ഇപ്പോൾ ആപ്പിൾ ഐഫോൺസിൽ ടോപ്പ് റൈറ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ സെൻറ്ററും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ പല കാര്യങ്ങളും ഓൾറെഡി കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ്, കാൽക്കുലേറ്റർ ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് ഒഴിവാക്കാവുന്നതും ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു കൺട്രോൾ സെൻറ്ററിലോട്ട് പുതിയൊരു കാര്യം എങ്ങനെ ആഡ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ സെൻറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ സെൻറ്ററിൽ ഓൾറെഡി ഉള്ള ആപ്പിളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ ഒരു ലിസ്റ്റിലോട്ട് നമുക്ക് പുതിയൊരു കാര്യം ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിളിന് ഇതിൽ അലാറം ഇല്ല. എനിക്ക് അലാറം ആ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് അലാറം പോലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ഒരു സൈഡിൽ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലാറം അങ്ങോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇപ്പം കൺട്രോൾ സെൻറ്റർ എടുത്ത് നോക്കിയാൽ അലാറം ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് ബട്ടൺ കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു ഭാഗത്താണ് അതിലുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. ഇപ്പം ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ റിമൂവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അത് റിമൂവ് ആവുന്നതായിരിക്കും. ഇനി കൺട്രോൾ സെൻറ്ററിൽ പോയി നോക്കിയാൽ ആ ഒരു അലാറം ഓപ്ഷൻ അവിടെ കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ ഒരു കൺട്രോൾ സെൻറ്ററിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൺട്രോൾ സെൻറ്ററിലോട്ട് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നതിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.